സർക്കാർ ജീവനക്കാരെ അവഹേളിക്കുകയും അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുകയും ചെയ്ത കാലഘട്ടം ഇതുപോലെ ഇതിനു മുമ്പുണ്ടായിട്ടില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം. UDF അധികാരത്തിൽ വന്നാൽ വിരമിച്ചവരുടെ പരിചയവും കഴിവും ഉപയോഗിക്കുമെന്നും എം പി പറഞ്ഞു. ഈ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഇത്ര വർഷം കഴിയണം, അത്രയും പ്രവർത്തിക്കണം എന്നൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. തലേദിവസം രാത്രി പോയാലും രാവിലേക്ക് മെമ്പർഷിപ്പ് റെഡിയാണ്. കാരണം അതിൽ നിന്ന് മെമ്പർഷിപ്പ് പുതുക്കാത്തവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് ബോധ്യം വന്നു എന്തെന്നാ പഴയ പോലെ ഒരു കടുപിടുത്തം വേണ്ട, വരുന്നവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പണ്ടൊക്കെ വെച്ചാൽ പാർട്ടിയുടെ കൊടി പിടിച്ചു, സമരം നയിച്ചു, പ്രക്ഷോഭത്തിന് പങ്കെടുത്തു, ചുമരെഴുതി അല്ലെങ്കിൽ പോസ്റ്റ് ഒട്ടിച്ചു, ഇങ്ങനെ കുറേ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ്റെ മെമ്പർഷിപ്പ് കിട്ടും. ഇപ്പോൾ നേരെ തിരിച്ചായി. ഇപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ആളുകൾ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. അതിലിപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മുൻ മന്ത്രിയായിരുന്ന ശ്രീ സുധാകരനാണ് മെമ്പർഷിപ്പ് പുതുക്കാറ്. അപ്പം അതുപോലെ ഒരുപാട് പ്രഗത്ഭരുണ്ട്, അറിയപ്പെടുന്നവരുണ്ട്, അറിയപ്പെടാത്ത എത്ര പേര് കൊഴിഞ്ഞു പോകുന്നതാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങൾ കൊഴിഞ്ഞു പോകുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ നയ വ്യതിചലനം കൊണ്ടും അവരുടെ ദുരാഗ്രഹം കൊണ്ടും അന്തഛിദ്രം കൊണ്ടും അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ളൊരവസ്ഥയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വന്നതോടുകൂടി അനഭിലഷണീയമായിട്ടുള്ള ഒരുപാട് പ്രവണതകൾ ഇന്ന് ഇന്ത്യയിൽ ഒരു പാർട്ടിയിലുണ്ടെങ്കിൽ അത് ഒന്നാമതുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഫോർമർ ഗസറ്റഡ് ഓഫീസേഴ്സ് കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരുടെ അവകാശങ്ങൾ നൽകേണ്ടതില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴെല്ലാം ആവശ്യവും അനാവശ്യവുമായി സമരം നടത്തിയ ഇടത് സർവീസ് സംഘടനകൾ പുകമറ സൃഷ്ടിക്കുകയാണ്. ജീവനക്കാരെ എന്നും പരിഗണിച്ചത് UDF സർക്കാരുകളാണ്. UDF അധികാരത്തിൽ വരേണ്ടത് എല്ലാ വിഭാഗത്തിൻ്റെയും ആവശ്യമാണെന്നും എം പി പറഞ്ഞു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി V. രാമചന്ദ്രൻ, സെക്രട്ടറി TV. രാമദാസ്, EM. ബാബു, പത്മകുമാർ, K. ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.